വെൽക്കം ടു സ്റ്റഡി ബോർഡ്. അപ്പോൾ നമ്മുടെ ബാങ്കിങ്ങിൽ നമുക്കിനി അടുത്ത ചാപ്റ്ററാണ് നോക്കാനായിട്ടുള്ളത് ഇ ബാങ്കിങ്. ഇപ്പോൾ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് ആയിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലെങ്കിൽ കഴിഞ്ഞ ചാപ്റ്റർ നമ്മളെടുത്ത് തീർത്തിട്ടുണ്ടായിരുന്നത്. ചെക്ക്, ഡി ഡി, ഈ മുതലായ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സിനെ കുറിച്ചിട്ടായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. ഇവിടെ നമ്മൾ ഇ ബാങ്കിങ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ട്രഡീഷണൽ ബാങ്കിങ് വേഴ്സസ് ഇ ബാങ്കിങ് എന്നുള്ളതാണ് ആദ്യത്തെ മെയിൻ പോയിൻ്റ് അല്ലെങ്കിൽ സബ് പോയിൻ്റ്. അപ്പോൾ അതിൽ ഇൻ ദ ട്രഡീഷണൽ ബാങ്കിങ് സിസ്റ്റം കസ്റ്റമേഴ്സ് ആർ റിക്വയർഡ്. ഓക്കെ, അപ്പോൾ ട്രഡീഷണൽ ബാങ്കിങ് എന്താണ്? നമ്മൾ ഇപ്പോൾ ഒരു ബാങ്കിൻ്റെ ഹെഡ് ഓഫീസിലാവട്ടെ അല്ലെങ്കിൽ ബാങ്കിന് പല ബ്രാഞ്ചുകളുണ്ടാവും. അപ്പോൾ ആ ബ്രാഞ്ചുകളിലേക്ക് നമ്മൾ ഡയറക്റ്റായിട്ട് പോയിട്ട് ഈ ബാങ്കിങ് സേവനങ്ങൾ എന്താണ് അവൈൽ ചെയ്യുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ അത് സ്വീകരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിപ്പോൾ ലോൺ എടുക്കുന്നതാവട്ടെ, അല്ല എങ്കിൽ നമ്മൾ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതാവട്ടെ, അല്ലെങ്കിൽ നമ്മളവിടെ പോയിട്ടൊരു പൈസ പിൻവലിക്കുക, പൈസ മറ്റൊരാളുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ വക കാര്യങ്ങളൊക്കെ പണ്ടൊക്കെ എല്ലാ കാര്യങ്ങൾക്കും ബാങ്കിൻ്റെ എന്താണ് അങ്ങനെ ഇത്തരം സേവനങ്ങളെല്ലാം തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ബാങ്കിൽ ഡയറക്റ്റായിട്ട് പോയിട്ട് ക്യൂ ഒക്കെ നിന്ന് നമ്മൾ അവൈൽ ചെയ്യുന്ന രീതിയായിരുന്നു പണ്ട് മുതലേ ഉള്ളത്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമുക്ക് പറയാം, ഇപ്പോൾ ഇലക്ട്രോണിക് ബാങ്കിങ് ആണ്. ഒരുപാട് സേവനങ്ങൾ, ഇപ്പോൾ ഈവൺ ഒരു അക്കൗണ്ട് തുറക്കലൊക്കെ നമുക്ക് എന്താണ് ഇലക്ട്രോണിക് മീൻസിലൂടെ, അല്ലെങ്കിൽ നമ്മൾ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ എന്താണ് നമ്മൾ അക്കൗണ്ട് തുറക്കുക, അല്ലെങ്കിൽ പൈസ ട്രാൻസ്ഫർ ചെയ്യുക, ലോൺ അടയ്ക്കുക, ലോൺ എടുക്കുക, ഈ വക കാര്യങ്ങളൊക്കെ എന്താണ് ഇപ്പോൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. ഇൻ ദ ട്രഡീഷണൽ ബാങ്കിങ് സിസ്റ്റം കസ്റ്റമേഴ്സ് ആർ റിക്വയർഡ് ടു വിസിറ്റ് എ ബാങ്ക് ബ്രാഞ്ച് ടു കണ്ടക്ട് ട്രാൻസാക്ഷൻസ് സച്ച് ആസ് ചെക്കിംഗ് അക്കൗണ്ട് ബാലൻസ്, സെൻഡിങ് മണി ഫ്രം വൺ ബ്രാഞ്ച് ടു അനദർ, വിഡ്രോയിങ് ക്യാഷ്, എക്സെട്ര. The brick and mortar structure of a bank is essential for performing these functions. നമ്മൾ ബ്രിക്ക് ആൻഡ് മോർട്ടർ എന്ന് വെച്ചാൽ ബാങ്കിൻ്റെ ഫിസിക്കൽ സ്ട്രക്ചർ അല്ല, ബാങ്ക് നിലനിൽക്കുന്ന കെട്ടിടത്തിനെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് അത്യാവശ്യമായിരുന്നു. അപ്പോൾ അതിലുള്ള സ്റ്റാഫ് ഉണ്ടാവും, അല്ല അവിടെ നിന്നാണ് അവരിപ്പോൾ പൈസ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അത് പോകും. ഇപ്പോൾ നമ്മളൊരു ചെക്കൊക്കെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ ഒരാഴ്ച കഴിയും. ഇപ്പോഴും ചെക്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ഒരു വേറെ ബാങ്കിൽ നിന്ന് ആ ഫണ്ട് നമ്മളിലേക്ക് എത്തണമെങ്കിൽ, വേറെ ബാങ്കിൻ്റെ ചെക്കൊക്കെ ഇടുകയാണെങ്കിൽ ആ ബ്രാഞ്ചിൽ തന്നെ ആണെങ്കിൽ നമുക്ക് അപ്പോൾ തന്നെ ക്യാഷ് കിട്ടും, അല്ലെങ്കിൽ എന്താണ് ഒരാഴ്ചക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, ആൻഡ് ട്രാൻസാക്ഷൻസ് ക്യാൻ ഓൺലി ബി ക്യാരിഡ് ഔട്ട് ഡ്യൂറിങ് വർക്കിംഗ് അവേഴ്സ്. അപ്പോൾ ഈ ട്രാൻസാക്ഷൻസ് ഒക്കെ തന്നെ, ഈ പൈസ ട്രാൻസ്ഫർ ചെയ്യുന്നതൊക്കെ 9 to 5 ആണ്. 9 മണി മുതൽ 5 മണി വരെ ആ ടൈം. അതിനിടയ്ക്ക് ഒരു ലഞ്ച് ബ്രേക്ക് ഉണ്ടാവും 1 മണിക്കൂർ. അപ്പോൾ ഈ സമയത്ത് നമ്മൾ എന്താണ് നീണ്ട ക്യൂ നിന്നിട്ടായിരുന്നു പണ്ടൊക്കെ ഈ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അധികം ഇല്ല, നമ്മളൊരു 2000 മിഡിൽ വരെ സജീവമായിട്ടും കൂടുതലായിട്ടും ട്രഡീഷണൽ ബാങ്കിങ് തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നീട് എന്താണ് 2005 ശേഷം മെല്ലെ എന്താണ് ഇലക്ട്രോണിക് ബാങ്കിങ് വരാൻ തുടങ്ങി. അതിനുശേഷം നമ്മൾ ഫണ്ട് ട്രാൻസ്ഫറൊക്കെ വരാൻ തുടങ്ങി. പിന്നെ ഒരുപാട് കാര്യങ്ങളൊക്കെ എന്താണ് ഇലക്ട്രോണിക് മീൻസിലേക്ക് മാറി തുടങ്ങി എന്നുള്ളതാണ്. However, with the introduction of e-banking, the banking experience has changed significantly. ബാങ്കിങ് എക്സ്പീരിയൻസ് എന്താണ് സിഗ്നിഫിക്കൻ്റ് ആയിട്ട് എന്താണ് മാറി എന്നുള്ളതാണ്. കസ്റ്റമേഴ്സ് ക്യാൻ നൗ പെർഫോം ട്രാൻസാക്ഷൻസ് ഫ്രം ദിയർ ഹോം, ഓഫീസ് ഓർ എനിവെയർ. കസ്റ്റമേഴ്സിന് എന്താണ് ട്രാൻസാക്ഷൻസ് ഹോമിൽ നിന്ന്, ഓഫീസിൽ നിന്ന്, എനിവെയർ എന്താണ് ഏത് സ്ഥലത്തു നിന്ന് വേണമെങ്കിൽ എന്താണ് ഈ പറയുന്ന ബാങ്കിങ് സേവനങ്ങൾ എടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ആക്സസ് ബാങ്കിങ് സർവീസസ് 24/7. അതായത് ബാങ്കിങ് സർവീസ് 24 മണിക്കൂറും 7 ദിവസം, അതായത് ഏത് നേരവും ബാങ്കിങ് സർവീസ് എന്താണ് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയാണ്. വിത്തൗട്ട് ടൈം റെസ്ട്രിക്ഷൻ, ഒരു തരത്തിലുള്ള ടൈം റെസ്ട്രിക്ഷനും ഇല്ലാതെ. യൂസ് എ ക്ലിക്ക് ആൻഡ് പോർട്ടൽ മോഡൽ ഇൻസ്റ്റെഡ് ഓഫ് റിലൈങ് ഓൺ ഫിസിക്കൽ ബ്രാഞ്ചസ്. അതായത് ക്ലിക്ക് ആൻഡ് പോർട്ടൽ, അല്ലെ ക്ലിക്ക് ചെയ്യുക, അല്ല അതിൻ്റെ പോർട്ടൽ ഉണ്ടാവും, അതിനെന്താണ് ഒരു സെർവർ ഉണ്ടാവും, അവിടെ അത് മുഖാന്തരം നമ്മൾ എന്ത് ചെയ്യുക, ഇത് ആക്സസ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അതൊക്കെയാണ് ഇ ബാങ്കിങ്ങിനെ കുറിച്ചിട്ട് നമുക്ക് പറയാനുള്ളത്, ട്രഡീഷണൽ ആൻഡ് ഇ ബാങ്കിങ്. ഇനി നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ഇ ബാങ്കിങ് ആണ്. എന്തൊക്കെയാണ് ഇ ബാങ്കിങ്ങിൻ്റെ ആവശ്യകത, അല്ലെങ്കിൽ അതിൻ്റെ ഇമ്പോർട്ടൻസ്, സിഗ്നിഫിക്കൻസ്, ആവശ്യകത എന്തൊക്കെയാണെന്നുള്ളതാണ്. അപ്പോൾ അതിലൊന്ന് കോസ്റ്റ് എഫിഷ്യൻസി എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം കമ്പ്യൂട്ടർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആൾക്കാർക്ക് എന്താണ് ഒരു കൂടുതൽ പേരെ ജോലിക്ക് ആവശ്യമില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഒരുപാട് എന്താണ് ഈ പറയുന്ന നമ്മൾ ഡാറ്റ എൻട്രി, അല്ലെങ്കിൽ ഡാറ്റ ട്രാൻസ്ഫോർമേഷൻസോ, അല്ലെങ്കിൽ എന്താണ് ഡാറ്റ മാനിപ്പുലേഷൻസോ ഒക്കെ നമുക്ക് എളുപ്പത്തിൽ സാധിക്കും. പണ്ട് ഇപ്പോൾ നമുക്കൊരു ലിസ്റ്റ് പേപ്പറിൽ എഴുതി കഴിഞ്ഞാൽ അത് ഇന്ന ആൾക്കാരുടെ പേര് 2-3 ആളിരുന്ന്, അല്ലേ ഈ ഒരു കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാർ എടുക്കണമെങ്കിൽ ഒരാൾ തന്നെ ഫുള്ള് ഇരുന്നൊക്കെ ചെയ്യേണ്ടി വരും. ഇന്നിപ്പോൾ നമ്മളൊരു ഡാറ്റ എക്സൽ ഷീറ്റിൽ ഒരാൾ അടിച്ചു കൊടുത്താൽ മതി. ബാക്കി എന്താണ് ഇപ്പോൾ പേര് വെച്ച് സോർട്ട് ചെയ്യാനോ, അല്ലെങ്കിൽ എത്ര ലോൺ ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ അറിയാനോ, എത്ര ബാലൻസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ അറിയാനോ, ആ ഡാറ്റ കൃത്യമായിട്ട് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ഒരുപാട് വർക്ക് എന്താണ് കമ്പ്യൂട്ടർ ചെയ്യും എന്നുള്ളതാണ്. ഓക്കെ, ഡാറ്റ എൻട്രി മാത്രമേ ഉള്ളൂ. ഡാറ്റ എൻട്രി അത്യാവശ്യമാണ്. കാര്യം പണ്ട് ഇപ്പോൾ ഡാറ്റ എൻട്രി മാത്രമല്ല, അതിൻ്റെ ക്ലാസിഫിക്കേഷൻസ്, അതിൻ്റെ ടാബുലേഷൻ,
ഇതൊക്കെ എന്ത് ചെയ്യണം, ഒരാൾ മാനുവലി ഇരുന്ന് ചെയ്യണം. ഇന്നിപ്പോൾ അതിൻ്റെ വരുന്നില്ല, ആവശ്യം വരുന്നില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ഓരോ ഓഫീസ് വർക്കുകൾ കുറയാണ്. അതുകൊണ്ട് തന്നെ ഇലക്ട്രോണിക് ബാങ്കിങ് വരുമ്പോൾ കോസ്റ്റ് എഫിഷ്യൻസിയാണ് വരുന്നത്. ബാങ്കിങ് റെഡ്യൂസസ് ദ ബേർഡൻ ഓഫ് പ്രോസസ്സിംഗ് ചെക്സ് ആൻഡ് എൻഹാൻസസ് ഓപ്പറേഷണൽ എഫിഷ്യൻസി, ലോവറിങ് കോസ്റ്റ് ഫോർ ബാങ്ക് ആൻഡ് കസ്റ്റമേഴ്സ്. അപ്പോൾ ഇത് ബാങ്കിനും അതേമാതിരി കസ്റ്റമേഴ്സിനും എന്താണ്, ചിലവ് കുറയുന്നൊരു രീതിയാണ്. ഇനി അടുത്തതാണ് ട്രാൻസ്ഫോർമേഷൻ. ട്രാൻസ്ഫോർമേഷൻ എന്ന് വെച്ചാൽ എന്താണ്, നമ്മളൊരു മാറ്റമാണ്, വലിയൊരു മാറ്റത്തിനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താണ്, എക്കണോമിക് റിഫോംസ് ആണ്. എക്കണോമിക് റിഫോംസ് എന്ന് വെച്ചാൽ എക്കണോമിക് തലത്തിൽ അല്ലെങ്കിൽ സാമ്പത്തിക മേഖലയിൽ വരുന്ന വലിയ വലിയ മാറ്റങ്ങളാണ്. ആൻഡ് കോമ്പറ്റീഷൻ എൻഷുർ ബാങ്ക്സ് ടു അഡോപ്റ്റ് ന്യൂ ടെക്നോളജി. ബാങ്കുകൾക്ക് എന്താണ്, പുതിയ ടെക്നോളജി അഡോപ്റ്റ് ചെയ്യാൻ എന്താണ് ഇത് സഹായിക്കുന്നു എന്നുള്ളതാണ്. ഫോർ ബെറ്റർ ഗവർണൻസ് ആൻഡ് സർവീസ് ഡെലിവറി. കൃത്യമായ എന്താണ്, ഗവർണൻസിനും സർവീസ് ഡെലിവറിക്കൊക്കെ എന്താണ് അത്യാവശ്യമാണ് എന്നുള്ളതാണ്. നെക്സ്റ്റ് കോമ്പറ്റീഷനാണ്. ഓൺലി ബാങ്ക്സ് വിത്ത് സ്ട്രോങ് ഇൻഫ്രാസ്ട്രക്ചർ. ബാങ്ക് എന്താണ്, സ്ട്രോങ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് ഉദ്ദേശിക്കുന്നത് കൃത്യമായിട്ട് എന്താണ്, കമ്പ്യൂട്ടർ നെറ്റ്വർക്കുകളും കൃത്യമായിട്ടുള്ള ഈ ബാങ്കിങ് സർവീസുകൾ കൊടുക്കാനുള്ള, സേവനങ്ങൾ കൊടുക്കാനുള്ള കരുത്തുള്ള, അപ്പോൾ അതിന് വേണ്ട സാങ്കേതിക വിദ്യകളൊക്കെ ഉള്ള അല്ലേ. അപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുമ്പോൾ അതാണല്ലോ, അതിന് വേണ്ട എല്ലാ ഹാർഡ്വെയറുകളും വേണം. അപ്പോൾ അതുള്ള ബാങ്കുകൾക്കാണ് എന്ത് കിട്ടുക, കൂടുതലായിട്ടും കസ്റ്റമേഴ്സിന് കിട്ടുക. അതുകൊണ്ട് തന്നെ എന്താണ്, കോമ്പറ്റീഷന് ഈ പറയുന്ന ഇലക്ട്രോണിക് ബാങ്കിങ് അത്യാവശ്യമാണ്. അപ്പോൾ ഈ പറഞ്ഞ ഒരു ATM കാർഡ് ഇല്ലാത്തതോ അല്ലെങ്കിൽ ഈ മൊബൈൽ ബാങ്കിങ് ഫെസിലിറ്റീസ് ഇല്ലാത്തൊരു ബാങ്കിൻ്റെ അക്കൗണ്ട് എടുക്കുന്നതിനെക്കാട്ടി നമ്മൾ തന്നെ താല്പര്യപ്പെടുന്നതാണ് ഈ ഫെസിലിറ്റീസൊക്കെ ഉള്ള ഒരു ബാങ്കിൻ്റെ ഒരു അക്കൗണ്ട്, സേവിങ്സ് അക്കൗണ്ട് എടുക്കാനാണ്. കാര്യം നമുക്ക് തന്നെ ഇപ്പോൾ ദൂരയാത്രകൾ പോകുമ്പോഴോ അല്ലെങ്കിൽ ഈവൻ നമ്മുടെ സ്വന്തം സ്ഥലത്തു നിന്ന് അടുത്തേക്ക് നമ്മൾ ആ ബാങ്ക് എപ്പോഴും വിസിറ്റ് ചെയ്യുന്നതിനെക്കാട്ടി നല്ലതൊരു ATM കാർഡ് എടുക്കാനോ അല്ലെങ്കിൽ ഗൂഗിൾ പേ പോലുള്ള സേവനങ്ങളൊക്കെ അവൈൽ ചെയ്യാനാണ് നമുക്കും താല്പര്യം ഉണ്ടാവുക. പിന്നെ കസ്റ്റമർ ഡിമാൻഡ് ഇതാണ്, ഈ ബാങ്കിങ് എനേബിൾസ് ഇന്നോവേറ്റീവ് സർവീസസ് ലൈക്ക് ATM, ഓൺലൈൻ ബാങ്കിങ് ആൻഡ് മൊബൈൽ ബാങ്കിങ്, എൻഹാൻസിങ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. ഇത് എന്ത് ചെയ്യുന്നുണ്ട്, കസ്റ്റമറിൻ്റെ സാറ്റിസ്ഫാക്ഷൻ ചെയ്യുന്നുണ്ട്, എൻഹാൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഡിജിറ്റൽ ട്രാൻസാക്ഷൻസ് ആണ്. ബാങ്ക്സ് ആർ ഷിഫ്റ്റിംഗ് ടു ഇലക്ട്രോണിക് മണി ആൻഡ് കോർ ബാങ്കിങ് സൊല്യൂഷൻ, CBS എന്ന് പറയും. അപ്പോൾ ഇലക്ട്രോണിക് ബാങ്കിങ് അല്ലെങ്കിൽ കോർ ബാങ്കിങ് സർവീസുകളിലേക്ക് ബാങ്ക് കൂടുതലായിട്ടും കടക്കുക എന്നുള്ളതാണ്. ഇനി റോൾ ഓഫ് IT ആണ്. ഇൻഫർമേഷൻ ടെക്നോളജി എനേബിൾസ് സെക്യൂർ ട്രാൻസാക്ഷൻസ്, ഫിനാൻഷ്യൽ ഇന്നോവേഷൻ ആൻഡ് ഇംപ്രൂവ്ഡ് ബാങ്കിങ് സർവീസസ്. അതായത് നമ്മുടെ ഇൻഫർമേഷൻ ടെക്നോളജി കൂടുതലായിട്ടും പലതരത്തിലുള്ള ഇംപ്രൂവ്ഡ് ബാങ്കിങ് സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ IT-ൻ്റെ അതായത് ഇൻഫർമേഷൻ ടെക്നോളജി, അതായത് ഈ കമ്പ്യൂട്ടർ മേഖല എന്ന് പറയും, അതും ഇൻ്റർനെറ്റും കൂടി അടങ്ങിയിട്ടുള്ള മൊത്തത്തിലുള്ളൊരു നെറ്റ്വർക്കിനെ നമ്മൾ IT, ഇൻഫർമേഷൻ ടെക്നോളജി എന്ന് പറയാം. ഓക്കെ, അപ്പോൾ അതിൽ ഈവൻ നമ്മുടെ ട്രഡീഷണൽ മീൻസ് കുറച്ച് മുന്നുണ്ടായിരുന്നതാണ് ഈ പറഞ്ഞ റേഡിയോ സിഗ്നൽസോ അല്ലെങ്കിൽ TV സിഗ്നൽസോ ഒക്കെ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ ഭാഗം തന്നെയാണ്. ഇൻഫർമേഷൻസ് വളരെ ദ്രുതഗതിയിൽ അല്ലേ. ഇപ്പോൾ അത് വളരെ നമ്മൾ ഒരു 10-20 കൊല്ലത്തെ പിറകോട്ട് പോകുമ്പോൾ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഇൻഫർമേഷൻസ് നമുക്ക് ഈസിലി അവൈലബിൾ ആണ്. പല തരത്തിലുള്ള മെറ്റീരിയൽസിൽ അല്ലെ, ആൾക്കാരുടെ അഭിപ്രായങ്ങളാവട്ടെ അല്ലെങ്കിൽ റിട്ടൺ ഡോക്യുമെൻറ്റ്സ് അല്ലെങ്കിൽ പ്രിൻ്റഡ് ഡോക്യുമെൻറ്റ്സ് ഒക്കെ ഓൺലൈനായിട്ട് നമ്മളിപ്പോൾ പണ്ടൊക്കെ ലൈബ്രറികളിലോ ഒക്കെ പോയിട്ട് നമ്മൾ ഒരു മാസങ്ങളോളം ഇരുന്ന് കിട്ടേണ്ട സാധനങ്ങൾ നമുക്കൊരു നിമിഷം കൊണ്ട് നമ്മുടെ മുന്നിലേക്ക് എത്തുകയാണ്. അപ്പോൾ അതിൻ്റെ റെവല്യൂഷനൈസേഷൻ ബാങ്കുകളെയും ബാധിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ദർ ഇസ് എ നീഡ് ഫോർ ബാങ്കിങ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ബാങ്കിൻ്റെ നീഡായിട്ട് പറയുന്നത്. ഇനി റോൾ ഓഫ് RBI ആണ്. അപ്പോൾ RBIൻ്റെ റോൾ എന്താ അതിലുള്ളത് എന്നുള്ളതാണ്. ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പ്ലേസ് എ ക്രൂഷ്യൽ റോൾ ഇൻ ബാങ്കിങ് ടെക്നോളജി ഡെവലപ്മെൻറ്റ്. അതായത് ബാങ്കിങ് ടെക്നോളജി ഡെവലപ്മെൻറ്റിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് ഒരു കീ റോള് ഉണ്ട് എന്നുള്ളതാണ്. ഇൻ 1996 ഇറ്റ് എസ്റ്റാബ്ലിഷ്ഡ് ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഇൻ ബാങ്കിങ് ടെക്നോളജി. അതായത് റിസർവ് ബാങ്ക് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്, ഡെവലപ്മെൻറ്റ് ഓഫ് ബാങ്കിങ് ടെക്നോളജീൻ്റെ, DRBT എന്നാണ് അറിയപ്പെടുന്നത്. ടു എൻഹാൻസ് ബാങ്കിങ് എഫിഷ്യൻസി, ബാങ്കിൻ്റെ എഫിഷ്യൻസി എൻഹാൻസ് ചെയ്യാൻ, അത് വർദ്ധിപ്പിക്കാനാണ് ഇത്തരൊരു ടെക്നോളജി RBI ഡെവലപ്പ് ചെയ്തത് എന്നുള്ളതാണ്. ഇറ്റ് ഓൾസോ സെറ്റപ്പ് ദ ഇന്ത്യൻ ഫിനാൻഷ്യൽ നെറ്റ്വർക്ക്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ടൊരു ഇന്ത്യൻ ഫിനാൻഷ്യൽ നെറ്റ്വർക്ക് RBI രൂപീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൻ്റെ പേരാണ് ഇൻഫിനെറ്റ്. ടു പ്രൊവൈഡ് എ കോസ്റ്റ് എഫക്റ്റീവ് ആൻഡ് റിലയബിൾ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. അതായത് ഇതൊരു കോസ്റ്റ് എഫക്റ്റീവും റിലയബിൾ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം കൂടിയാണ് ഫോർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് വേണ്ടിയിട്ട്. ടുഡേ അറൗണ്ട് 150 ബാങ്ക്സ്, ഇന്ന് 150ഓളം ബാങ്കുകൾ, പ്രൈമറി ഡീലേഴ്സ് ആൻഡ് മ്യൂച്വൽ ഫണ്ട്സ് ആർ പാർട്ട് ഓഫ് ഇൻഫിനെറ്റ്. ഇന്ന് 150ഓളം ബാങ്കുകൾ, പ്രൈമറി ഡീലേഴ്സ്, അതുപോലെ മ്യൂച്വൽ ഫണ്ടൊക്കെ ഇൻഫിനെറ്റിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഈ ഇൻഫിനെറ്റിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ നാട്ടിലുള്ള ഈ ബാങ്കിങ് സർവീസുകൾ കൂടുതലായിട്ടും നടക്കുന്നത് എന്നുള്ളതാണ്. ഇൻഫിനെറ്റ് ഉണ്ടാക്കിയത് RBI ആണ്. ഇൻഫിനെറ്റിൻ്റെ പൂർണ്ണരൂപം ഇന്ത്യൻ ഫിനാൻഷ്യൽ നെറ്റ്വർക്ക് എന്നുള്ളതാണ്. ഓക്കെ, അത് പഠിച്ചു വെക്കുക. അപ്പോൾ റോൾ ഓഫ് RBI ഇൻ ബാങ്കിങ് ചോദിക്കുകയാണെങ്കിൽ ഇത്
ഒന്ന് എഴുതുക എന്നുള്ളതാണ്. ഇനി ഇലക്ട്രോണിക് ബാങ്കിങ് എന്താണ്, ഈ ബാങ്കിങ് എന്താണെന്ന് നിങ്ങളടുത്ത് ചോദിക്കുകയാണെങ്കിൽ ചിലപ്പം ഈ ബാങ്കിങ്ങിനെ ചോദിക്കുള്ളൂ, ചില നേരത്തെ എന്താണ് ഇലക്ട്രോണിക് ബാങ്കിങ് എന്നും ചോദിക്കും. ഇലക്ട്രോണിക് ബാങ്കിങ് റെഫേഴ്സ് ടു ദ യൂസ് ഓഫ് ടെക്നോളജി ദാറ്റ് എനേബിൾസ് കസ്റ്റമേഴ്സ് ടു ആക്സസ് ബാങ്കിങ് സർവീസസ് റിമോട്ട്ലി. അതായത് റിമോട്ടായിട്ട് ദൂര സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ബാങ്കിൻ്റെ അടുത്തേക്ക് പോകാതെ തന്നെ ബാങ്കിങ് സേവനങ്ങൾ നമുക്ക് കിട്ടുന്നതിൻ്റെ പേരാണ് ഇ ബാങ്കിങ്. അല്ലെ, നമ്മുടെ മൊബൈൽ ഫോൺ യൂസ് ചെയ്തിട്ടോ ATM കാർഡുകൾ യൂസ് ചെയ്തിട്ടൊക്കെ ബാങ്കിങ് സേവനങ്ങൾ, അല്ല ATM കാർഡ് യൂസ് ചെയ്ത് നമുക്ക് എന്താണ് പൈസ നിക്ഷേപിക്കുകയും ചെയ്യാം, പൈസ പിൻവലിക്കുകയും ചെയ്യാം. അധികം നമ്മൾ 90% നമ്മൾ ചെയ്യാൻ പൈസ പിൻവലിക്കുക ചെയ്യുക. വളരെ കുറഞ്ഞ് മാത്രമേ ഈ പറയുന്ന CDM എന്ന് പറഞ്ഞ ക്യാഷ് ഡെപ്പോസിറ്റിംഗ് മെഷീനുകൾ നമ്മൾ കാണാറുള്ളൂ. അതിപ്പോഴും അധികം വിപുലമായിട്ട് എല്ലാ സ്ഥലങ്ങളിലും ഇല്ല, എന്നാലും എല്ലാ നഗരങ്ങളിലൊക്കെ 1-2 ഉണ്ടാവും. അപ്പോൾ എന്താണ് അവിടെ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പൈസ അതിലേക്ക് നിക്ഷേപിക്കാം, അതേമാതിരി എന്താണ് പിൻവലിക്കുകയും ചെയ്യാം. അപ്പോൾ അതൊക്കെ പണ്ട് നമ്മൾ ലോങ് ക്യൂ നിന്നിട്ടായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്, ഈവൻ പിൻവലിക്കൽ പോലും. അപ്പോൾ എന്താണ് അതൊക്കെ വലിയ വലിയ മാറ്റങ്ങൾ വന്നുപോയി. ദിസ് ഇൻക്ലൂഡ് പേയിങ് ബിൽ, ട്രാൻസ്ഫറിങ് ഫണ്ട്, വ്യൂയിങ് അക്കൗണ്ട് ഡീറ്റെയിൽസ് ആൻഡ് ഒബ്റ്റെയിനിങ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ഓർ അഡ്വൈസ്. അത് ബില്ലുകൾ അടയ്ക്കുക, ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുക, നമ്മുടെ അക്കൗണ്ട് ഡീറ്റെയിൽസുകൾ അറിയുക, പിന്നെന്താണ് ആൻഡ് ഒബ്റ്റെയിനിങ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ അല്ലെങ്കിൽ അഡ്വൈസ് ഒബ്റ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. ഇനി ഡയമെൻഷൻസ് ഓഫ് ഇ ബാങ്കിങ് ആണ്. അപ്പോൾ ഈ ബാങ്കിന് പല ഡയമെൻഷൻസ്, പല തലങ്ങളിലാണ് അത് ചെയ്യുന്നത് എന്നുള്ളതാണ്. അതിന് പല തലങ്ങളുണ്ട്. ഇ ബാങ്കിങ് എനേബിൾസ് പേപ്പർലെസ് ട്രാൻസാക്ഷൻ ആണ്. അപ്പോൾ പേപ്പർലെസ് ട്രാൻസാക്ഷൻ ആണ് ഇ ബാങ്കിങ്ങിലൂടെ ചെയ്യുന്നത് ത്രൂ ഇൻ്റർനെറ്റ്, എക്സ്ട്രാനെറ്റ് ആൻഡ് ഇൻട്രാനെറ്റ്. ഇൻ്റർനെറ്റ് എന്താണ് എക്സ്ട്രാനെറ്റ് ആൻഡ് ഇൻട്രാനെറ്റ്. അപ്പോൾ ഇൻ്റർനെറ്റ് നമുക്കറിയാം, നമ്മൾ ലോകവ്യാപകമായിട്ട് ഇപ്പോൾ നമ്മളൊക്കെ തന്നെ എന്താണ് അത് യൂസ് ചെയ്തിട്ട് കൊണ്ടാണ് നമ്മൾ ഓൺലൈൻ ക്ലാസ്സൊക്കെ നടക്കുന്നത് എന്നുള്ളതാണ് അല്ലേ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മൊത്തത്തിലുള്ള വേൾഡ് വൈഡ് വെബ് ഇൻ്റർനെറ്റിൻ്റെ ഭാഗമാണ്. അത് കഴിഞ്ഞിട്ട് എക്സ്ട്രാനെറ്റ് ആണ്. ബാങ്കുകൾ തമ്മിലുള്ള ട്രാൻസാക്ഷൻസ് ആണ് എക്സ്ട്രാനെറ്റിൽ വരിക. അത് ആ ഒരു നെറ്റ്വർക്ക്, ബാങ്കുകൾ തമ്മിലുള്ള ട്രാൻസാക്ഷൻ മാത്രം ഉള്ള നെറ്റ്വർക്കാണ് എക്സ്ട്രാനെറ്റ്. അത് കഴിഞ്ഞിട്ട് ഇൻട്രാനെറ്റ് എന്താണ്, ഒരു ബാങ്കിൻ്റെ ബ്രാഞ്ചുകൾ തമ്മിൽ, അല്ലെങ്കിൽ ഒരു ബാങ്ക് ചിലപ്പോൾ എന്താണ് വലിയൊരു ബിൽഡിംഗ് ആയിരിക്കും, അതിൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് മറ്റു ഡിപ്പാർട്ട്മെൻറ്റിലേക്കൊക്കെ എന്താണ് നെറ്റ്വർക്ക്, അതായത് ഡാറ്റ ട്രാൻസ്ഫറിങ്ങും ഡാറ്റ ആക്സസ് ചെയ്യാനും ഒക്കെ ഉള്ള അതിൻ്റെ ഉള്ളിൽ തന്നെയുള്ള ഒരു ബാങ്കിൻ്റെ ഉള്ളിൽ തന്നെയുള്ള ഒരു നെറ്റ്വർക്കിനെയാണ് എന്താ ഇൻട്രാനെറ്റ് എന്ന് പറയാം. ഇൻട്രാ മീൻസ് ദ നെറ്റ്വർക്ക് ഇൻസൈഡ് എ പെർട്ടിക്കുലർ ഡിപ്പാർട്ട്മെൻറ്റ് ഓർ എ ഓർഗനൈസേഷൻ എന്നുള്ളതാണ്. അപ്പോൾ ഒരു ബാങ്കിൻ്റെ ഉള്ളിലുള്ള നെറ്റ്വർക്കാണ് ഇൻട്രാനെറ്റ്. ഓക്കെ, അപ്പോൾ ഇൻ്റർനെറ്റും എക്സ്ട്രാനെറ്റും ഇൻട്രാനെറ്റൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ കീ ഡയമെൻഷൻസ് വരുന്നത് കസ്റ്റമർ ടു ബാങ്ക് എന്താണ് ബാങ്കിങ് ആണ്. കസ്റ്റമറും ബാങ്കും തമ്മിൽ, ഇപ്പോൾ നമുക്കറിയാം ഈ ATM സർവീസുകൾ, നമ്മൾ GPay, ഇതൊക്കെ എന്താണ് കസ്റ്റമർ ആൻഡ് ബാങ്കിങ് ആണ് അല്ലേ. കസ്റ്റമറും ബാങ്കും തമ്മിലാണ് എന്ത് ഇടപാടുകൾ, ട്രാൻസാക്ഷൻസ് നടക്കുന്നത് എന്നുള്ളതാണ്. അലൗസ് കസ്റ്റമേഴ്സ് ടു ആക്സസ് സർവീസസ് ലൈക്ക് ഫണ്ട് ട്രാൻസ്ഫർ, ബിൽ പേയ്മെൻറ്റ്, അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ഓൺലൈൻ ഡെപ്പോസിറ്റ് ത്രൂ VIA എന്ന് വെച്ചാൽ ത്രൂ ആണ്, ത്രൂ ATM, ക്രെഡിറ്റ് കാർഡ്, EFT ആൻഡ് മൊബൈൽ ബാങ്കിങ്. ഇതിലൂടെ എന്താണ് നമ്മൾ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു, നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നു, ആക്സെപ്റ്റ് ചെയ്യുന്നു, അങ്ങനെ പല കാര്യങ്ങളും കസ്റ്റമറും ബാങ്കും തമ്മിലും കൂടുതലും അങ്ങനത്തെ ട്രാൻസാക്ഷൻ നടക്കുക. ദെൻ ബാങ്ക് ടു ബാങ്ക് ബാങ്കിങ് ഉണ്ട്. ഫെസിലിറ്റേറ്റ് സെക്യൂർ ഇൻ്റർ ബാങ്ക് ട്രാൻസാക്ഷൻ. ബാങ്കുകൾ തമ്മിലുള്ള ട്രാൻസാക്ഷൻ സഹായിക്കുന്നതാണ് എന്ത് ബാങ്ക് ടു ബാങ്ക് ബാങ്കിങ്. അത് എക്സ്ട്രാനെറ്റാണ് നമ്മളിവിടെ യൂസ് ചെയ്യുക, ത്രൂ എക്സ്ട്രാനെറ്റ്. എൻഷോറിങ് റെസ്ട്രിക്റ്റഡ് ആൻഡ് സേഫ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ബാങ്ക്. റെസ്ട്രിക്റ്റഡ് അതേമാതിരി എന്താണ് സേഫ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ബാങ്ക്സ് ആണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളതാണ്. പിന്നെ ഇലക്ട്രോണിക് സെൻട്രൽ ബാങ്കിങ് ആണ്. സോ കണക്ട് ഓൾ ബാങ്ക് അണ്ടർ സെൻട്രൽ ബാങ്ക് ത്രൂ എക്സ്ട്രാനെറ്റ് ഫോർ ചെക്ക് ക്ലിയറിംഗ് ആണ്. അപ്പോൾ ഇലക്ട്രോണിക് സെൻട്രൽ ബാങ്ക് എന്ന് വെച്ചാൽ ഒരു ബാങ്ക് മറ്റെല്ലാ ബാങ്കുകളും എന്താണ് ആയിട്ട് കണക്ട് ചെയ്യാം. അപ്പോൾ ഈ ചെക്ക് ക്ലിയർ ഒക്കെ ചെയ്യാൻ എന്താണ് സുഖമാണ്. ഓക്കെ, ഫോർ ചെക്ക് ക്ലിയറിംഗ്, ക്യാഷ് റിസർവ് മാനേജ്മെൻറ്റ്, ബിൽ ഡിസ്കൗണ്ടിങ് ആൻഡ് മാർക്കറ്റ് ഓപ്പറേഷൻ. സെൻട്രൽ ബാങ്ക്സ് ക്യാൻ ഓൾസോ ലിങ്ക് ടു IMF, വേൾഡ് ബാങ്ക് ആൻഡ് അതർ ഗ്ലോബൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അപ്പോൾ വലിയ വലിയ സ്ഥാപനങ്ങൾക്ക് എന്താണ് ഈ IMF എന്താണ് അന്താരാഷ്ട്ര നാണ്യനിധി, ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട്, അതേപോലെ വേൾഡ് ബാങ്ക് ആൻഡ് അതർ ഗ്ലോബൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ എന്താണ് ഇതിൻ്റെ ഭാഗമായിട്ടും കണക്റ്റഡ് ആയിരിക്കും എന്നുള്ളതാണ് എന്ത് ഇലക്ട്രോണിക് സെൻട്രൽ ബാങ്കിങ്. ഇനി ഇൻ്റർനെറ്റ് പ്രോക്യൂർമെൻറ്റ് എന്താണ്? ഇൻട്രാനെറ്റ് പ്രോക്യൂർമെൻറ്റ് എന്താണ്? An intranet is a private network used exclusively by an organization and its associate for internal operation ആണ്. അപ്പോൾ എന്താണ് ഇൻട്രാനെറ്റ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇൻട്രാനെറ്റ് ഒരു പ്രൈവറ്റ് നെറ്റ്വർക്കാണെന്ന് എഴുതുക. യൂസ്ഡ് എക്സ്ക്ലൂസീവായിട്ട് എന്തിനു യൂസ് ചെയ്യുന്നു? ഫോർ ആൻ ഓർഗനൈസേഷൻ ആൻഡ് ഇറ്റ്സ് അസോസിയേറ്റ്സ്. ഒരു ഓർഗനൈസേഷൻ അതിൻ്റെ അസോസിയേറ്റ്സിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഫോർ ഇൻറ്റേർണൽ ഓപ്പറേഷൻ, അതിൻ്റെ ഇൻറ്റേർണൽ ഓപ്പറേഷൻസിനായിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇൻക്ലൂഡിങ് സെക്യൂർ പ്രൊക്യൂർമെൻറ്റ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. അതായത് പ്രൊക്യൂർമെൻറ്റ് എന്ന് വെച്ചാൽ നമുക്ക് ഇൻഫർമേഷൻസ് ഗ്യാദർ ചെയ്യുക, അതെന്ത് ചെയ്യുക, അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത്. ഒരു പ്രൈവറ്റ് നെറ്റ്വർക്കാണ്, നമ്മുടെ സ്ഥാപനത്തിനുള്ളിൽ മാത്രമേ ആ നെറ്റ്വർക്ക് വർക്ക് ചെയ്യുള്ളൂ.
ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് എവല്യൂഷൻ ഓഫ് ഇ ബാങ്കിങ് ഇൻ ഇന്ത്യയാണ്. അപ്പോൾ ഇന്ത്യയിൽ എങ്ങനെയാണ് ഇലക്ട്രോണിക് ബാങ്കിങ് അല്ലെങ്കിൽ ഇ ബാങ്കിങ് അതിൻ്റെ എവല്യൂഷൻ, അതിൻ്റെ നാൾവഴികൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഇ ബാങ്കിങ് ഇൻ ഇന്ത്യ എമേർജ്ഡ് വിത്ത് കമ്പ്യൂട്ടറൈസേഷൻ ഓഫ് ബാങ്കിങ് ഓപ്പറേഷൻ. അതായത് ഇ ബാങ്കിങ് എങ്ങനെയാണ് ഇന്ത്യയിൽ വന്നതെന്ന് വെച്ചാൽ ബാങ്കുകൾ എല്ലായിടത്തും കമ്പ്യൂട്ടറൈസേഷൻ നിലവിൽ വരാൻ തുടങ്ങി. അത് ആദ്യം വന്നത് ഈ പറയുന്ന വൗച്ചറുകൾ അടിക്കാനും പെട്ടെന്ന് എന്താണ് ഈ പറയുന്ന ഈ ക്രെഡിറ്റും ഡെബിറ്റും ഒക്കെ വേഗം അക്കൗണ്ടൻസി പർപ്പസിന് വേണ്ടിയിട്ടാണ് കമ്പ്യൂട്ടറൈസേഷൻ ആദ്യം വരാൻ തുടങ്ങിയത്. ആദ്യം ഈ പറഞ്ഞ നെറ്റ്വർക്ക് വഴി കസ്റ്റമേഴ്സിലേക്ക് ഡയറക്റ്റായിട്ട് സേവനങ്ങൾ എത്തിക്കാനുള്ള ആദ്യം തന്നെ കമ്പ്യൂട്ടർ വന്നത്. ബാങ്കിനുള്ളിലുള്ള പണികളുണ്ടല്ലോ, പണ്ടെന്നാണ് ഈ രജിസ്റ്ററുകളിലും ഈ പറഞ്ഞ അക്കൗണ്ട് ബുക്കുകളിലൊക്കെയാണ് ഇങ്ങനെ കണക്കുകൾ എഴുതിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഒരുപാട് ട്രാൻസാക്ഷൻസ് വരുന്ന ഒരു സ്ഥാപനമാണ് ഈ ബാങ്കുകൾ, പ്രത്യേകിച്ചും ക്യാഷ് ട്രാൻസാക്ഷൻസ്. അപ്പോൾ അതിങ്ങനെ വരുമ്പോൾ എന്തായാലും അക്കൗണ്ടന്റുമാർക്ക് കൂടുതൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിന് കുറച്ചും കൂടി എളുപ്പത്തിലാക്കാൻ വേണ്ടി നമുക്കറിയാം കൃത്യമായ ഡാറ്റ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്താണ് ബാക്കി പറയുന്ന ഫൈനൽ അക്കൗണ്ട്സ് തയ്യാറാക്കലൊക്കെ പിന്നെ കമ്പ്യൂട്ടർ ആയിക്കോളും. ഡാറ്റ എൻട്രി കൃത്യമായാൽ മതി കമ്പ്യൂട്ടർ വന്നു കഴിഞ്ഞാൽ. അല്ലേ, നമ്മൾ പണ്ട് ഡാറ്റ എൻട്രി മാത്രം പോരാ, മാനുവൽ അക്കൗണ്ടിങ്ങിൽ ഡാറ്റ എൻട്രി കഴിഞ്ഞ് കൃത്യമായിട്ട് ലെഡ്ജർ പോസ്റ്റിംഗ് വേണം, അത് കഴിഞ്ഞ് ട്രയൽ ബാലൻസ് വേണം, അത് കഴിഞ്ഞിട്ട് എന്താണ് നമ്മൾ P&L ബാലൻസ് ഷീറ്റും പോലെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ എഫ് എസ് എന്ന് പറയുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ തയ്യാറാക്കുന്നതിനൊക്കെ എന്താണ് മനുഷ്യൻ്റെ ഇൻവോൾവ്മെൻറ്റ്, മാനുവൽ ലേബറിൻ്റെ ഭാഗമായിരുന്നത്. അത് മാറി കമ്പ്യൂട്ടറിൽ ജസ്റ്റ് എന്താണ് ഡാറ്റ എൻട്രി മതി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ആദ്യം കമ്പ്യൂട്ടേഴ്സ് വന്നത്, ബാങ്കുകളിൽ വന്നത്. അതിന് ശേഷമാണ് ഇ ബാങ്കിങ്ങും എമേർജ് ചെയ്യാൻ തുടങ്ങുന്നത്. ഇതാരും ഇനീഷ്യേറ്റ് ചെയ്തതെന്ന് വെച്ചാൽ രംഗരാജൻ കമ്മിറ്റിയാണ് ഇത് ഇനീഷ്യേറ്റ് ചെയ്തത്. ഇനീഷ്യൽ റെസിസ്റ്റൻസ് ഫ്രം എംപ്ലോയീസ് ഡിലേഡ് അഡോപ്ഷൻ. അപ്പോൾ ആദ്യം തന്നെ നമുക്കറിയാം നമ്മുടെ നാട്ടിൽ എന്താണ് ഒരു ജനാധിപത്യ രാജ്യമാണ്. അപ്പോൾ ഓൾറെഡി എന്താണ് അവിടെ അതിനെതിരെ കൊടി പിടിക്കുക അല്ലെങ്കിൽ സമരം വന്നു എന്നുള്ളത്. കാര്യം ആൾക്കാർ ജോലിനെ ബാധിക്കുന്ന വിഷയമാണ്. കാര്യം കമ്പ്യൂട്ടേഴ്സ് വരുമ്പോൾ എന്താണ് കുറച്ച് ജോലി എന്തായാലും അല്ലെങ്കിൽ എന്താണ് ജോലി ഭാരം കുറയുന്നത് കൊണ്ട് തന്നെ സ്റ്റാഫിൻ്റെ എണ്ണം കുറയ്ക്കും. അപ്പോൾ എന്താണ് അവിടെ അപ്പോയിൻമെൻറ്റുകൾ കുറയുന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം സമരങ്ങൾ വന്നു എന്നുള്ളതാണ്. ബട്ട് അഗ്രിമെൻറ്റ് വിത്ത് ബാങ്ക് യൂണിയൻസ് ഫെസിലിറ്റേറ്റ്. അപ്പോൾ എല്ലാ ആൾക്കാരും ജോലിയൊന്നും പോയിട്ടില്ല. പിന്നീട് വന്ന ജനറേഷൻസാണ് ഈ ജോലിപരമായിട്ടൊക്കെ പിന്നെ ബുദ്ധിമുട്ടിയത്. വേരിയസ് കമ്മിറ്റീസ് ഇൻക്ലൂഡിങ് സരഫ്, ഷെറി ആൻഡ് വാസുദേവൻ റെക്കമെൻഡഡ് ഓട്ടോമേഷൻ ഓഫ് ഇൻ്റർ ബാങ്ക് കണക്ടിവിറ്റി. അപ്പോൾ ബാങ്കുകൾ തമ്മിലുള്ള കണക്ടിവിറ്റി ഇവിടെ എന്താണ് വേണമെന്നുള്ളത് ഈ സരഫ്, ഷെറീഫ് ആൻഡ് വാസുദേവൻ വേരിയസ് കമ്മിറ്റീസ് എന്താണ് അത് പ്രൊപ്പോണ്ട് ചെയ്തു, അല്ലെങ്കിൽ എന്താണ് അവർ മുന്നോട്ട് വെച്ചു. ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പ്രൊമോട്ടഡ് ടെക്നോളജി ടു റെഡ്യൂസ് ട്രാൻസാക്ഷൻ. അപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്താണ് കൂടുതൽ ടെക്നോളജികൾ, നമ്മൾ നേരത്തെ ഇൻഫിനിറ്റ് ഇതുപോലെ ടെക്നോളജികൾ അവരും കൊടുത്തു. അപ്പോൾ എന്താണ് കൂടുതൽ അതിൻ്റെ ട്രാൻസാക്ഷൻ കോസ്റ്റ് കുറഞ്ഞു. അതായത് ഈ ഓൺലൈൻ വിനിമയത്തിൻ്റെ ട്രാൻസാക്ഷൻ കോസ്റ്റ് കുറഞ്ഞു എന്നുള്ളതാണ്. ആൻഡ് ഇംപ്രൂവ് സർവീസ് എഫിഷ്യൻസി. ICICI ബാങ്ക് പയനിയർഡ് ഇൻ്റർനെറ്റ് ബാങ്കിങ്. അപ്പോൾ ഇൻ്റർനെറ്റ് ബാങ്കിങ് ആദ്യമായിട്ട് നിലവിൽ ഇന്ത്യയിൽ കൊണ്ടുവരുന്നത് ഒരു പ്രൈവറ്റ് ബാങ്കാണ്. ആ ബാങ്കിൻ്റെ പേരാണ് ICICI ബാങ്ക്. ഓക്കെ, ഫോളോഡ് ബൈ സിറ്റി ബാങ്ക്. സിറ്റി ബാങ്ക് ഒരു പ്രൈവറ്റ് ബാങ്കാണ്, അതൊരു അമേരിക്കൻ ബേസ്ഡ് ബാങ്കാണ്. പിന്നെ HDFC അതും എന്താണ് ഒരു പ്രൈവറ്റ് ബാങ്ക് തന്നെയാണ്. ഈ 1999 ദ IT ആക്ട് 2000 ഗേവ് ലീഗൽ റെക്കഗ്നീഷൻ. IT ആക്ട് 2000 ലീഗൽ റെക്കഗ്നീഷൻ കൊടുത്തിട്ടു ഇലക്ട്രോണിക് ട്രാൻസാക്ഷൻ. എനേബിളിംഗ് ദ ഗ്രോത്ത് ഓഫ് ഇ ബാങ്കിങ്. എന്താണ് ഈ ബാങ്കിൻ്റെ ഗ്രോത്ത് എനേബിൾ ചെയ്തു എന്നുള്ളതാണ്. RBI കണ്ടിന്യൂസ് ടു മോണിറ്റർ ആൻഡ് റെഗുലേറ്റ് ഇ ബാങ്കിങ് ടു എൻഷുർ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആൻഡ് സെക്യൂരിറ്റി. RBI നിലവിൽ എന്താണ് ഈ ബാങ്കിങ്ങിന് എന്താണ് മോണിറ്റർ ചെയ്യുന്നുണ്ട് അതിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്കും പിന്നെ സെക്യൂരിറ്റിക്കൊക്കെ ആയിട്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് എന്താണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇനി കോർ ബാങ്കിങ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്താണ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ അതിനെക്കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിക്കുകയായിരുന്നു.